നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് 4-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്തൊക്കെയാണ് ഫലം എന്നുള്ളത്. 4-ാം ഭാവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 4-ാം ഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 4-ാം ഭാവത്തിൻ്റെ കാരകൻ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4-ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. 4-ാം ഭാവാധിപന് 4-ാം ഭാവത്തിനുമുള്ള വിവിധ സ്വഭാവങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. കുറച്ച് സീക്രട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറഞ്ഞു. ഇനി അടുത്തത് 4-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് 4-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ 4-ാം ഭാവത്തിൽ നിസർഗ 5-ാം ഭാവാധിപനായിട്ടുള്ള രവി ചന്ദ്രൻ്റെ രാശിയിൽ നിന്നാൽ പൊതുവെ അത്ര നല്ലതല്ല. മനക്ലേശമാണ് ഒന്നാമത്തെ ഫലം. രഹസ്യശാസ്ത്രങ്ങളിലും തത്വചിന്തയിലും ഒക്കെ വലിയ താല്പര്യമുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ നല്ല വീടിൻ്റെ ആഠിത്യത്തോടും സ്ട്രോങ് കണക്ഷൻ വിത്ത് ഫാമിലി ആൻഡ് ഹോം എന്നാണ്. അതായത് വീടിനോടും വീടിൻ്റെ പാരമ്പര്യത്തോടും അതിൻ്റെ ആഠ്യത്വമൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ സഞ്ചാരങ്ങൾക്ക് താല്പര്യമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ എത്താൻ വലിയ താല്പര്യമായിരിക്കും. ഊര് ചുറ്റാൻ നല്ല താല്പര്യമായിരിക്കും. അതുപോലെ തന്നെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഈഗോ ഹെർട്ട് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഭയങ്കര ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. എന്നാലും ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാവും ഫാമിലിയായിട്ടും ഹോമുമായിട്ടും എന്നുള്ളതാണ്. പൊതുവെ മനസ്സിന് ക്ലേശമാണ്, മനസ്സിന് സ്വസ്ഥത കുറവാണ്. പൊതുവെ നിസർഗ 5-ാം ഭാവാധിപനായിരിക്കുന്ന രവി ലഗ്നാൽ 4-ാം ഭാവത്തിൽ വരുമ്പോൾ പൊതുവെ അത്ര നല്ലതല്ല. നിസർഗ 4-ാം ഭാവാധിപൻ ചന്ദ്രനല്ലേ, അപ്പം ചന്ദ്രൻ്റെ ഒരു സ്വാധീനം കൂടുതലായിട്ട് വരുന്ന ഒരാളുടെ ലഗ്നാൽ 4-ാം ഭാവത്തിൽ രവി വരുമ്പം മനക്ലേശമായിരിക്കും ഫലം എന്നുള്ളത് ഉറപ്പാണ്. അതൊരു മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈഗോ ഹർട്ട് ചെയ്യുന്ന ഒരുപാട് അവസ്ഥകളുണ്ടാവും. അടുത്ത മൂൺ 4th ഹൗസിൽ നിന്നാൽ എന്തായിരിക്കും ഫലം? മനസ്സിൻ്റെ കാരകനായിരിക്കുന്ന ചന്ദ്രൻ സുഖഭാവമായ 4-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. വീടുണ്ടാവും, സന്തോഷാനുഭവങ്ങളുണ്ടാവും, ഫാമിലിയിൽ നിന്നും കുറേ സപ്പോർട്ടുകൾ ഉണ്ടാവും. അഭിമാനിയും പാപബന്ധമുണ്ടെങ്കിൽ ദുരഭിമാനിയുമാവാം. ചന്ദ്രന് പാപയോഗമുണ്ടെങ്കിൽ, നല്ല കാറ്റില്ല ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ, ചന്ദ്രന് പാപബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ നേരത്തെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അമ്മയ്ക്ക് ആയുസ് കുറവായിരിക്കും. ഇന്ദ്രിയ സുഖങ്ങളിൽ രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവരെ ഈ റിലേഷൻഷിപ്പിൽ അധികം അങ്ങനെ വിശ്വസിക്കരുതെന്നൊക്കെ പറയും. വ്യാഴബന്ധമുണ്ടെങ്കിൽ കുഴപ്പമില്ല. വ്യാഴബന്ധമില്ലാതെ 4-ാം ഭാവാധിപൻ 6-8-12 പോവാം. 4-ൽ ചന്ദ്രൻ നിൽക്കുക, അവർക്ക് തന്നെ 12-ൽ കുജൻ നിൽക്കുക, 7-ൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ നക്ഷത്രത്തിൽ 7-ൽ ഒരു ഗ്രഹം നിൽക്കുക, അല്ലെങ്കിൽ രാഹുവിൻ്റെ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ബുധൻ്റെ നക്ഷത്രത്തിലോ ഒക്കെ ബുധൻ നിൽക്കുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവേ അത്ര നല്ലതല്ല. അങ്ങനെ അനുഭവം പലരുടേതും കണ്ടിട്ടുണ്ട്. അപ്പം പൊതുവേ ഈ ചന്ദ്രൻ 4-ൽ നിൽക്കുമ്പം പാപബന്ധം വരുന്ന ചന്ദ്രന്, പാപയോഗമോ ബന്ധമോ നിൽക്കുന്ന നക്ഷത്രാധിപൻ 6-8-12 അല്ലെങ്കിൽ നീചനോ ആവുകയോ ചെയ്താൽ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ബലവാനായ ചന്ദ്രനാണ് 4-ൽ നിൽക്കുന്നതെങ്കിൽ, വ്യാഴബന്ധത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ സാത്വികനായിരിക്കും. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ചന്ദ്രനല്ലേ 4, അപ്പം 4-ാം ഭാവം പൊതുവെ ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അതുപോലെ മൂഡ് സ്വിങ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പൊതുവെ 4-ൽ ചന്ദ്രൻ നിൽക്കുന്നവർ എന്തായാലും മെഡിറ്റേഷനും ഈശ്വര കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീജാതകത്തിലാണ് 4-ൽ ചന്ദ്രൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നോക്കണം. ഫാമിലിയായിട്ടും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ളതും അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷമുള്ള നിങ്ങളുടെ കുടുംബജീവിതവുമെല്ലാം കുറച്ച് പക്വതയോടുകൂടി ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകാൻ നോക്കണം. എല്ലാം തികഞ്ഞൊരു ചന്ദ്രനൊരു പ്രത്യേകതയുണ്ട്. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് കരച്ചിലും പെട്ടെന്ന് സന്തോഷവും പെട്ടെന്ന് ചിരിയും പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. അപ്പം അത് 4-ാം ഭാവത്തിൽ വരുമ്പോൾ പല കാര്യങ്ങളും പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കും, പെട്ടെന്ന് അടുക്കും ചിട്ടയായിരിക്കും, ഭയങ്കര ഫാസ്റ്റായിരിക്കും. ഒരുപാട് നേരം കൂടുതലായിട്ട് ഉറങ്ങും. 4-ാം ഭാവത്തിലെ ചന്ദ്രൻ ഒരുപാട് ഉറക്കത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളവരായിരിക്കും 4-ലെ ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പം ഈ ഉറക്കം ഒരുപാട് നേരം കിടന്നുറങ്ങും. ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും, അങ്ങ് അസ്വസ്ഥതയാവും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ എല്ലാം തികഞ്ഞൊരു ജീവിതം ഒരാൾക്ക് ഉണ്ടാവില്ല. ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമാണിത്. പൂർണ്ണരല്ല നമ്മളാരും എന്നുള്ളത് കൊണ്ട് തന്നെ ഉറപ്പിച്ചോളുക, ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരം എന്തായാലും ചെയ്യണം കേട്ടോ.
നാലിൽ ചന്ദ്രൻ നിൽക്കുന്നവർ ഭഗവതിയെ ആശ്രയിക്കണം. ചന്ദ്രനെ കുറിച്ചുള്ള പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തോളുക അതിൻ്റെ ദശാപഹാര കാലങ്ങളിൽ. ഇനി അടുത്തത് 4-ൽ ചൊവ്വ. 4-ൽ ചൊവ്വ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആൻഡ് പാഷനാണ്. 4-ൽ ചൊവ്വ നിൽക്കുന്നവർക്ക് ഭയങ്കര കടുത്ത ബന്ധങ്ങളോട് കടുത്ത സ്നേഹവും ഭയങ്കര തീവ്രതയും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ ഉണ്ടാവും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്, ഇൻഡിപെൻഡൻസിന് ആൻഡ് സെൽഫ് എക്സ്പ്രഷന്, സ്വന്തം അഭിപ്രായം കുടുംബത്തിൽ പറയാനും സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് നിൽക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുമെങ്കിൽ പോലും താങ്കളുടെ അഭിപ്രായം ശരിയാണെങ്കിൽ അതിന് ഉറച്ചു നിൽക്കുകയും അത് നിമിത്തം വീട്ടിൽ വഴക്കുണ്ടാവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാം. അമ്മ, ബന്ധുക്കൾ, കുടുംബപരമായിട്ടുള്ള ആൾക്കാർ, ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാർ കുടുംബത്തിലുള്ളത്, ഇവരെല്ലാം സ്നേഹം നിഷേധിക്കും. നമ്മളോടൊരു സ്നേഹം ഉണ്ടാവില്ല, ഒരു ഒറ്റപ്പെട്ട പോലെ ആവും ജീവിതത്തിലൊരു സമയത്തെങ്കിലും. പലപ്പോഴും കുടുംബകാര്യങ്ങളിലൊക്കെ ഒന്നും ശരിയല്ലാതായി തീരാനുള്ള സാധ്യതയുണ്ട്, പ്രശ്നങ്ങൾ വരാം. നല്ല ചൊവ്വ വ്യാഴബന്ധമൊന്നും ഇല്ലെങ്കിൽ കുടുംബപരമായിട്ട് ചിലപ്പോൾ വിവാഹം മുടങ്ങിപ്പോവാനോ ഡിവോഴ്സ് വരാനോ ഒക്കെയാണ്. 4, 5, 6, 7 7ലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടി, പാപനായ ചൊവ്വ 4-ൽ നിന്നുകൊണ്ട് 7ലേക്ക് നോക്കിയാൽ വൈവാഹിക ജീവിതത്തിന് പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യണം. വ്യാഴം ബന്ധമോ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലോ വ്യാഴക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുന്ന ചൊവ്വ കുറച്ചൊരു കലിപ്പ് കുറവുള്ള ചൊവ്വയാണ്. ഈ ചൊവ്വയോട് രാഹുവോ കേതുവോ ഒക്കെ ചേരുകയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളോ ഒക്കെ വരാം, ഒറ്റപ്പെടൽ വരാം. പ്രത്യേകിച്ച് ചൊവ്വയ്ക്ക് രാഹുബന്ധം വരുന്ന സമയത്ത് തൂങ്ങി മരിക്കാനുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൂങ്ങി മരിക്കുന്നത് പോലോ അല്ലെ സർപ്പം കുത്തുന്നത് പോലോ ഒക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും വീടും വാഹനങ്ങളും ഒക്കെ ഉണ്ടാവും. വീടും വാഹനങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അതൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം, ഒരു സ്വസ്ഥത കുറവായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. അത് ഞാൻ കുറേ അടുത്ത് കണ്ടിട്ടുണ്ടത്, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ഇനി അടുത്തതാരാണ്? 4-ാം ഭാവത്തിൽ മെർക്കുറി നിന്നാൽ നല്ല യോഗമാണ്. 4-ൽ മെർക്കുറി വരുന്നത് നല്ലതാണ്. വിദ്യാവിചക്ഷണനായിരിക്കും. ഫാമിലിയിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പഠന വിഷയത്തിന് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും. കുടുംബക്കാരുമായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കുടുംബക്കാർ പറയുന്ന ഒരു രീതിക്കനുസരിച്ച് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വളർന്നു വരികയും ചെയ്യും. അച്ഛനമ്മമാരുടെ നല്ല കുഞ്ഞെന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സംഗീതത്തിലും കലയിലും ഒക്കെ താല്പര്യം ഉണ്ടാവും. നല്ല വാഹനങ്ങളുണ്ടാവും, വീടുണ്ടാവും, ഭൗതിക സ്വത്തുക്കൾ ഉണ്ടാവും. അത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അച്ഛനിൽ നിന്നൊക്കെ ചിലപ്പോൾ നല്ല അനുഭവങ്ങൾ ഉണ്ടാവാം. കുടുംബപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വരാം. ക്വിക്ക് വിറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവും അവർക്ക്. അതുപോലെ തന്നെ വളരെ ക്യൂരിയസ് ആയിട്ടൊരു കാര്യത്തെ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്ത് ആ സാഹചര്യത്തെയും ചുറ്റുപാടുകളെയും അഡാപ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനുമുള്ളൊരു കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ്. ഒരു പെടപ്പുണ്ടാവും. 4 ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത, ഒരു പെടപ്പുണ്ടാവും. എപ്പോഴും ഒരു സ്വാർത്ഥത ഉണ്ടാവും. നല്ല ചന്ദ്രനും 4 ചന്ദ്രനും 4 ബുധനും എപ്പോഴും ഒരു സ്വാർത്ഥത ഉണ്ടാവും. കുറച്ചൊരു സ്വാർത്ഥരായിരിക്കും, കുറച്ചൊരു സെൽഫിഷ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും ഒരു റെസ്റ്റ്ലെസ്, ഒരു പെടച്ച ഒരവസ്ഥ അവർക്കുണ്ടാവുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് 4 ബുധൻ്റെ ഇത്. അടുത്തത് 4 വ്യാഴം. 4 വ്യാഴം ഗംഭീര യോഗമാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് 4 വ്യാഴമാണ് നല്ല നിലയിലേക്ക് അവർ ജീവിതത്തെ എത്തിച്ചിട്ടുണ്ട്. നല്ല സാമ്പത്തികമായിട്ട് അവരുടെ കുടുംബജീവിതമായിട്ടും ഒക്കെ വളരെ നല്ല നിലയിൽ, കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഭാഗ്യവാന്മാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാകും. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 4 കുജ നിൽക്കുന്നവരെയും 4 സർപ്പം നിൽക്കുന്നവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ല യോഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൈവഭക്തി, തത്വചിന്തകൻ, തത്വജ്ഞാനി, അധികാരികൾക്ക് ഇഷ്ടമുള്ള ആൾ, അധികാരമുള്ളവൻ, കർമ്മത്തിൽ വളരെ കഴിവുള്ള ആൾ, തൻ്റെ മേഖലയിൽ നല്ല കഴിവുള്ള ആൾ, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവൻ, ഭാഗ്യവാൻ, സന്താന ഭാഗ്യമുള്ള ആൾ, ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം, കുടുംബത്തോടൊക്കെ നല്ല സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ള ആൾ. ശത്രുക്കൾക്ക് വല്ലാത്തൊരു ഭയമായിരിക്കും ഇവരെ. ശത്രുക്കൾ ഒരു പരിധി കൂടുതൽ ഇവരുടെ എതിരെ ഒന്നും നീങ്ങാൻ നോക്കത്തില്ല. ഈ സർവ്വ ഐശ്വര്യകാരകനല്ലേ വ്യാഴം. ഐശ്വര്യം എന്ന് പറയുമ്പോൾ സർവ്വ ഈശ്വരന്മാരുടെ കാരകത്വം എന്ന് പറയുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ആൾ, സർവ്വ കലകളും ചേർന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ അത് വീട്ടിൽ നിൽക്കുമ്പോൾ അത് അതിൻ്റെതായ ഒരു ഐശ്വര്യം, 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഐശ്വര്യം ഉണ്ടാവും. ബലവാനായ വ്യാഴം 4-ൽ നിന്നാൽ അതിൻ്റെതായ ഒരു ഐശ്വര്യം ഉണ്ടാവും. നിൽക്കുന്ന നക്ഷത്രം, ഭാവം, ഭാവാധിപൻ, സർവ്വതയും കൂടെ നോക്കി വേണം മൊത്തത്തിലെ ഒരു ഫലം പറയാൻ. പൊതുവെ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. സർവൈശ്വര്യകാരകനായതുകൊണ്ട് വ്യാഴത്തെ
നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം, ഐശ്വര്യങ്ങളുടെ അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. പോയാലോ എല്ലാം തിരിയും, ഗുരുത്വവും പോവും, ഭാഗ്യവും പോവും, ദൈവാധീനവും പോവും, സന്തോഷവും പോവും, അനുഗ്രഹങ്ങളും പോവും, എല്ലാം പോവും. പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് അങ്ങ് കുറഞ്ഞു കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ളൊരു മനസ്സും ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വ്യാഴം 4-ൽ നിൽക്കുന്നവരുടെ. ഇനി അടുത്തത് ശുക്രനാണ്. ശുക്രൻ 4-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. കുടുംബസുഖം, മതവിശ്വാസി, ജനിച്ച സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകുന്ന സമയത്ത് ധാരാളമായിട്ടുള്ള സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഭാഗ്യം, ഐശ്വര്യം, ആഗ്രഹങ്ങൾ സാധിക്കും, നല്ല സുഹൃത്തുക്കളുണ്ടാവും, മൗനമായിട്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും, സമാധാനപ്രിയൻ, ആത്മീയ ചിന്തകൻ, അമ്മയോട് വളരെ സ്നേഹവും ആരാധനയും ഉള്ളവൻ. 4 ശുക്രൻ എന്ന് കഴിഞ്ഞാൽ അമ്മയോട് വളരെ സ്നേഹമായിരിക്കും. സ്ത്രീകളോടായാലും വളരെ സ്നേഹമുള്ളതായിരിക്കും. പുരുഷ ജാതകത്തിലാണെങ്കിൽ, സ്ത്രീ ജാതകത്തിലും ശുക്രൻ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല. അവർക്ക് ഒരുങ്ങാനും വീട് ഒരുക്കി വിടാനും വീട്ടിനകത്ത് നല്ല പടങ്ങളൊക്കെ വെക്കാനും, പ്രത്യേകിച്ച് ശനിയുടെ നക്ഷത്രത്തിലാണ് 4 ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ആൻറ്റിക് കളക്ഷൻസ്, ഒരുപാട് ആൻറ്റിക് ഐറ്റംസ് എവിടുന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വീട് മൂടി പിടിപ്പിക്കാനും, ഒരുങ്ങി നടക്കാനും, വാഹനങ്ങളൊക്കെ ഭംഗിയായിട്ട് ഒരുക്കി കൊണ്ടു നടക്കാനും ഒക്കെ വളരെ ഇഷ്ടമായിരിക്കും. വാഹനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. വാഹനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചില ആൾക്കാർക്ക് സംഗീതത്തിലും കലയിലും ഒക്കെ നല്ല താല്പര്യമായിരിക്കും. പിന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വീടിനോടുണ്ടാവും. ഇവർക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. 4 ശുക്രനുള്ളവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അവരുടെ കംഫോർട്ടിന്, അവരുടെ ഒരു സ്വസ്ഥതയ്ക്ക് ഒരു ആരെങ്കിലും ഒന്ന് റിലേ ഓൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെ അമ്മയായിരിക്കാം, അല്ലെ കെയർ ടേക്കർ പോലത്തെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ 4 ശുക്രൻ നിൽക്കുന്നവരെ കുറച്ചൊരു മാതൃത്വം, ഒരു വാത്സല്യമൊക്കെ അവരുടെ പാർട്ട്ണറിന് കൊടുക്കാൻ പറ്റിയാൽ, ഒരു വാത്സല്യമൊക്കെ കൊടുത്തൊന്ന് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അങ്ങനെ അങ്ങ് പൊക്കോളും. അങ്ങനെയുള്ള ഒരു ആൾക്കാരാണ് 4 ശുക്രൻകാർ. പൊതുവേ നല്ല യോഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ മറ്റു പല ഗ്രഹങ്ങളിലും നിൽപ്പുകൊണ്ടും ഒക്കെ മോശം വരും. അത് നമുക്ക് അതാത് ഭാവങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് നമ്മൾ മറ്റു പല കാര്യങ്ങളെയും കൂടെ ചേർത്ത് വെച്ച് വേണം നോക്കാൻ. ലാസ്റ്റ് എന്ന് പറയുന്നത് 4-ലെ ശനിയാണ്. 4-ാം ഭാവത്തിൽ ശനി എന്ന് പറയുമ്പം ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ഫാമിലിയോട്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിലെ ശനി പാരമ്പര്യവാദിയായിരിക്കാം. കുടുംബം, പഴയ വീടുകൾ ചിലപ്പോൾ ഇവർക്കുണ്ടാവും. പഴയ വീട് കിട്ടാൻ 4 ശനിയുള്ളവർക്ക് തറവാട് വീടുകളോ അല്ലെങ്കിൽ തറവാടോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തറവാട്ട് ക്ഷേത്രങ്ങൾ, തറവാട്ട് കാര്യങ്ങളൊക്കെ പുനരുദ്ധാരണം ചെയ്യാനുള്ള ഒരു കഴിവ് 4-ലെ ശനിക്കുണ്ടാവും. 4-ൽ ശനി നിൽക്കുന്നവർക്ക്, കുറച്ച് ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ പഴയതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് പഴകിയ ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരുപാട് പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകും. പാരമ്പര്യമായിട്ട് വീട്, പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ, പാരമ്പര്യമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണം ചെയ്യേണ്ട അവസ്ഥ, ഇതൊക്കെ വരും. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4-ലെ ശനി എന്ന് പറയുന്ന അമ്മയ്ക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ വാതരോഗങ്ങളോ അല്ലെങ്കിൽ കാലിന് പ്രശ്നങ്ങളോ ഒക്കെ വരാൻ, കാലിൻ്റെ ചിരട്ട മുതൽ താഴോട്ട് നടക്കാൻ ഒരു ഉന്തൽ പോലെ അമ്മയ്ക്ക് വരാനുള്ള സാധ്യത, ഒരു നടക്കുന്നതിനൊരു പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളൊരു യോഗമാണ് 4-ലെ ശനി. വീടും വാഹനങ്ങളും ഒക്കെ ചിലവർക്കുണ്ടാവും. ആ ബലമനുസരിച്ച് വീടും വാഹനങ്ങളും ഉണ്ടാവും. ചിലർക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവും. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളോടൊരു താല്പര്യം ഉണ്ടാവും. ബാല്യകാലത്ത് രോഗങ്ങൾ ചിലത് അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ബാല്യകാലത്ത് ഒന്നിൽ ജാതകനോ ജാതകയോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ രോഗമുള്ളവരായിരിക്കും. പെട്ടെന്ന് എടുത്തിയാടും, വികാര പ്രകടിപ്പിക്കുന്ന രീതികൾ, സങ്കടങ്ങൾ പെട്ടെന്ന് വരുന്നൊരവസ്ഥ, എപ്പോഴും ഒരു ദാസ്യനെ പോലെ വീട്ടിൽ ഇരിക്കേണ്ടതായിട്ടുള്ള, എല്ലാം ചെയ്തു കൊടുത്താലും ചിലപ്പോൾ ഒരു ദാസ്യത്വം അനുഭവിക്കേണ്ടി വരിക, ഒരു ഒറ്റപ്പെടൽ വരിക, വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് എപ്പോഴും ഒരു അലട്ടൽ, ഒരു മനസ്സിന് സ്വസ്ഥതയില്ലാതെ വരിക ഒക്കെ. മിക്കപ്പോഴും ഹോസ്പിറ്റൽ ഇവരുടെ വീട്ടിൽ, ഇവർക്ക് ഈ 4-ൽ ശനിയുള്ളവർക്ക് അവരോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ ഉള്ളവർ എപ്പോഴും ഒരു ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പോവേണ്ടതായിട്ട് വരും. ഞാനതുകൊണ്ട് തമാശയ്ക്ക് പറയാറുണ്ട്,
ഈ 4 ശനി നിൽക്കുന്നവർക്ക് പറ്റിയ പരിപാടി നേഴ്സോ ഡോക്ടറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുക എന്നുള്ള. കാരണം എപ്പോഴും രോഗദുരിതങ്ങളോടുകൂടി വരുന്ന ആൾക്കാരാണല്ലോ ഹോസ്പിറ്റലിൽ. എപ്പോഴും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അവരുടെ ശാരീരിക പ്രശ്നങ്ങളും അതിൻ്റെ അസ്വസ്ഥതകളുമായിട്ട് വരുന്നവരുടെ ഇടയിൽ നിൽക്കുമ്പം അതിൻ്റെ കർമ്മം അത്രയും കുറയുമെന്ന് പറയാറുണ്ട്. എന്നാൽ പോലും അവനവന് വരാനുള്ളത് എന്തായാലും വരും. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. 4 ശനി നിന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒക്കെ ശനിയുടെ പരിഹാരം നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പം പാരമ്പര്യത്തോടൊരു താല്പര്യം വരും. പാപനായ ശനിയാണെങ്കിൽ ഭൂസ്വത്ത് കുറയും. 4-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് സ്വത്ത് തർക്കങ്ങളോ കേസോ വഴക്കോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫാമിലിയിലുള്ളവരുമായിട്ട് കേസും വഴക്കും ഒക്കെ നടത്താനുള്ളൊരു സാധ്യതയും ഉണ്ട്. പിന്നെ പൊതുവേ ഫിയറാണ്. ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഏറ്റെടുത്ത് നടത്താനും എപ്പോഴും കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചൊക്കെയുള്ളൊരു ഭയവും ഒക്കെയാണ് 4-ൽ ഈ പറഞ്ഞ ശനി നിന്നാലുള്ള പ്രശ്നം. പൊതുവേ ബലവാനായ ഒരു ഗ്രഹം 4-ൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ശുക്രൻ പോലുള്ള ഗ്രഹങ്ങൾ 4-ൽ നിൽക്കുമ്പോൾ അവിടെ വേറൊരു ഗ്രഹവും തൊടാതിരിക്കുന്നതാണ് നല്ലത്. ശുക്രന് ശനിബന്ധമോ ശുക്രന് കുജബന്ധമോ ശുക്രന് രാഹുബന്ധമോ ഒക്കെ വരുന്ന സമയത്ത് ശുക്രൻ്റെ സ്വഭാവം അങ്ങ് മാറും. പ്രത്യേകിച്ച് ശുക്രാചാര്യ ബ്രാഹ്മണ ഗ്രഹമാണ്, ഒരു നന്മയുള്ള ഗ്രഹമാണ്, സുഹൃതമുള്ളൊരു ഗ്രഹമാണ് ശുക്രൻ. പക്ഷെ അതിനോടൊപ്പം ആസുരീയ ഗ്രഹങ്ങൾ പാപവിഷയങ്ങളെക്കുറിച്ച് കാണിച്ചു തരുന്ന നമ്മുടെ ഡെപ്റ്റുകൾ, പാസ്റ്റ് ലൈഫ് ഡെപ്റ്റുകളെ കുറിച്ച് സൂചന നൽകുന്ന ഗ്രഹങ്ങൾ വന്ന് ഇവിടെ ഈ ശുക്രനോട് യോഗം ചെയ്യുന്ന സമയത്ത് ശുക്രൻ്റെ ലെവൽ അങ്ങ് മാറും, ശുക്രൻ്റെ രീതികൾ മാറും. ശുക്രൻ കൂടുതലും ആ ഒരു അസുരന്മാർക്ക് വേണ്ടി ഫേവർ ചെയ്യുന്ന ഗ്രഹമായിട്ട് ശുക്രൻ മാറും. അതുകൊണ്ട് തന്നെ ശുക്രനോടൊപ്പം ശനിയോടൊപ്പം ശുക്രനോ ഒന്നും നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് 4-ാം ഭാവത്തിൽ നല്ലതും. അപ്പോൾ ഇത്രയൊക്കെയാണ് 4-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം. 4-ാം ഭാവത്തിൽ രാഹുകേതു നിന്നാലുള്ള ഫലമാണ്. 4-ാം ഭാവത്തിൽ രാഹുകേതു നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡെസ്റ്റിനി പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റിനകത്ത് രാഹുകേതുക്കൾ 4-ൽ നിന്നാൽ ഉള്ള ഫലവും രാഹുവും കേതുവും 4-ൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോയി കണ്ടോളുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു വിഷയവുമായിട്ട് നോക്കാം. നമസ്കാരം.